കോഴിക്കോട് നഗരത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന പ്രശസ്തമായ മൈതാനമാണ് മാനാഞ്ചിറ മൈതാനം. നഗരത്തിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളായ ടൗൺ ഹാൾ, പൊതുവായനശാല എന്നിവ മാനാഞ്ചിറ മൈതാനത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. മാനാഞ്ചിറ മൈതാനത്തിന് അടുത്തായി ഉണ്ടായിരുന്ന ടാഗോർ, അൻസാരി പാർക്കുകളും മൈതാനവും കൂടിച്ചേർത്താണ് ഇപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ എന്നറിയപ്പെടുന്ന ചത്വരം ഉണ്ടാക്കിയത്. മൈസൂർ രാജാവായിരുന്ന സുൽത്താൻ 3000 സ്വർണ്ണ നാണയം കൊടുത്ത് ജനങ്ങൾക്ക് കുടിവെള്ളത്തിനായി പണി കഴിപ്പിച്ചതാണ് ഈ കുളമെന്ന് പറയപ്പെടുന്നു. മനുഷ്യനിർമ്മിതമായ ഈ കുളം 3.49 ഏക്കർ വിസ്താരമുള്ള ചതുരാകൃതിയിലുള്ള ഈ കുളത്തിലേക്ക് പ്രകൃതിദത്തമായ ഒരു അരുവി ഒഴുകിയെത്തുന്നുണ്ട്. ഈ മൈതാനത്തിൻ്റെ തെക്ക് ഭാഗം പച്ച പുല്ലു വിരിച്ചതും വടക്ക് ഭാഗം വലിയ മരങ്ങളാലും നിർമ്മിതമാണ്. മൈതാനത്തിനു ചുറ്റും ചെങ്കല്ല് കൊണ്ടുള്ള അതിമനോഹരമായ മതിൽക്കെട്ടുകൾ കാണാം. നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് കോഴിക്കോട് ബീച്ച്. പല വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും കപ്പലുകൾ വന്നെടുത്ത ഈ ബീച്ച് കടുത്ത നാവിക യുദ്ധങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണ്. ഇവാൻസ് റോഡ് എന്നറിയപ്പെട്ടിരുന്ന ബീച്ച് റോഡിനെ 1934 ഗാന്ധിജിയുടെ സന്ദർശനത്തിനു ശേഷം ഗാന്ധി റോഡ് എന്ന പേരുമാറ്റമുണ്ടായി. നാശത്തിൻ്റെ വക്കിലുള്ള കടൽപ്പാലത്തിൻ്റെ 2 നിര തൂണുകൾ കടലിലേക്ക് നീണ്ടുപോകുന്നതും കാണാം. അതിമനോഹരമായ കാഴ്ച.